ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 15,000 വെച്ചിട്ട് 60 മാസം അടയ്ക്കണ 9 ലക്ഷം രൂപയുടെ ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ചിട്ടി ചേർന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണപ്രായമായിട്ടുള്ള പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കല്യാണമൊക്കെ പെട്ടെന്ന് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിട്ടി നിങ്ങൾക്ക് വിളിച്ചെടുക്കുകയും അവരുടെ കല്യാണമൊക്കെ നല്ല ഭംഗിയിൽ നടത്താൻ കഴിയുകയും, അതേപോലെ തന്നെ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ചിട്ടി 9 ലക്ഷത്തിൻ്റെ ചിട്ടി ചേർന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 450 സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു ചെറിയൊരു വീടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ 500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെങ്കിൽ തന്നെ ഒരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിട്ടിയൊക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വീട് പണി എന്നുള്ളതൊരു നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് തുടങ്ങി വെക്കാൻ കഴിയും. അതായത് വീട് പണിയുക, അതുപോലെ തന്നെ വാർത്തിടുക, അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് ആ വീട് പണി പൂർത്തിയാക്കുകയും നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുകയും ചെയ്യും. 15,000 വെച്ച് 60 മാസം അടയ്ക്കുന്ന 9 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പ് ആദ്യം വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ 100 രൂപ ചലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് ദിവസവും നമ്മളെ കൊണ്ട് കഴിയാവുന്ന സംഖ്യ, അതായത് 100 രൂപ 100 രൂപ ഇല്ലെങ്കിൽ 200, എത്രയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഏറ്റവും കുറഞ്ഞത് 100 രൂപയെങ്കിലും നമ്മൾ ഡെയിലി മാറ്റി വെച്ച് 100 രൂപ വെച്ച് മാറ്റുമ്പോൾ 3000 രൂപ വരും, 200 വെച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് 6000 രൂപ വരും. അങ്ങനെ മാസം അവസാനം നമുക്ക് ആ തുകയെടുത്തിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ പല സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിട്ടി വേണമെങ്കിൽ ചിട്ടി ചേരാൻ കഴിയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാകുമ്പോൾ ഒരു 100 രൂപ ദിവസവും മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം 3000 രൂപയെ, ആ 3000 രൂപ അവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ക്യാഷ് എടുത്ത് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ 100 രൂപ ചലഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ആ 100 രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ 15,000 വെച്ചിട്ട് 60 മാസം അടയ്ക്കുന്ന 9 ലക്ഷത്തിൻ്റെ ചിട്ടിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ചിട്ടി പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ, ഇപ്പോൾ 10 മാസം ഇല്ലെങ്കിൽ ഒരു 15 മാസമൊക്കെ 30%, ഒരു ആവറേജ് ഒരു 15 മാസം വരെയൊക്കെ നമ്മൾക്ക് ഏകദേശം 30% താഴ്ന്നു പോകും. അങ്ങനെ താഴ്ന്നു പോകുകയാണെങ്കിൽ 9 ലക്ഷത്തിൻ്റെ ചിട്ടിക്ക് വന്നിട്ട് 6,30,000 രൂപയാണ് കിട്ടുന്നത്. നമ്മൾക്ക് തുടക്കത്തിൽ 6,30,000 രൂപയാണ് നമ്മൾക്ക് അങ്ങനെ സ്റ്റാർട്ടിങ് വിളിക്കുകയാണെങ്കിൽ കിട്ടുക. അത് 30% താഴ്ന്നു പറയുമ്പോൾ 2,70,000 വരെ താഴ്ന്നു പോകും. 2,70,000 വരെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഏകദേശം ഒരു 15 മാസം വരെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ചിട്ടി താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് തടവ് 15,000 വരുന്നു. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് 11,250 വരുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 15 മാസം പറയുമ്പോൾ നല്ലൊരു തുക നിങ്ങൾക്ക് അതിൽ തന്നെ ഡിവിഡൻഡ് ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ 10 ആൾ അല്ലെങ്കിൽ 15 ആൾക്കാരുണ്ടെങ്കിൽ 15 ആൾക്കാരുടെ നമ്പർ ലോട്ട് പോലെ നറുക്കിട്ടിട്ട് എടുത്തിട്ടാണ് ഒരാൾക്ക് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന സമയത്ത് 6.30 കിട്ടുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ക്യാഷിന് അത്യാവശ്യം വന്നു, നിങ്ങൾക്ക് ഈ 30% പങ്കെടുത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചിട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് 50% വരെ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് എമർജൻസി ആണെങ്കിൽ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുന്ന ലോണിന് നമ്മൾ പലിശ കൊടുക്കണം മാസം. 9 ലക്ഷത്തിന്റെ 50%. അപ്പൊ 4.5 ലക്ഷം, 4 ലക്ഷം വരെ നിങ്ങൾക്ക് ലോണ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണം എന്താ, ഈ ചിട്ടി പറയുമ്പോൾ KSFയുടെ ഫോർമാൻ കമ്മീഷൻ പറഞ്ഞു വെച്ചാൽ 45,000 രൂപയാണ് KSFയുടെ ഫോർമാൻ കമ്മീഷൻ. അത് കഴിഞ്ഞ് ബാക്കി 8,55,000 വരെ ഈ ചിട്ടി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ചിട്ടി അതുപോലെ തന്നെ വിളിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് 8 ലക്ഷമോ ഇല്ലെങ്കിൽ 7 ലക്ഷമോ ഇല്ലെങ്കിൽ 8.5 ലക്ഷമോ അങ്ങനെ ബാക്കി 8,55,000 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലേലങ്ങളിൽ പങ്കെടുക്കണ്ട. ഈ 8,55,000 പറയുമ്പോൾ ഏകദേശം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിലൊക്കെ ഒരു 30 മാസം അല്ലെങ്കിൽ ഒരു 40 മാസം കഴിയും. കാരണം അത്രയും മാസങ്ങൾ അത്യാവശ്യം ഈ ചിട്ടി വിളിക്കാൻ ആളുകളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചിട്ടി തുടക്കത്തിൽ വിളിക്കുന്നത് അത്രയും അത്യാവശ്യക്കാരായിരിക്കും. ആ ആവശ്യക്കാരുടെ എണ്ണം കുറയും തോറും നമുക്ക് കിട്ടുന്ന സംഖ്യ
കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് 15,000 വെച്ചിട്ട് 60 മാസം അടയ്ക്കുന്ന 9 ലക്ഷത്തിന്റെ ചിട്ടിന്റെ ഡീറ്റെയിൽസ്. അല്ല, ഈ ചിട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.